ഇപ്പോൾ നിങ്ങളായാലും നിങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ഒരു മാനസിക പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കല്ല, സമൂഹത്തിലാകെ ഇട്ട് അലക്കുമ്പോൾ നമുക്ക് മനുഷ്യനാണ് മാനസിക പ്രയാസം ഉണ്ടായേക്കാം. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു CPIM-ൻ്റെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിമർശനത്തിൻ്റെയും പിന്നിലുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിയും. വ്യക്തി അധിക്ഷേപം തുടർച്ചയായി ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ വരുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ മനസ്സിലാക്കാനും വൈകാരികമായി പ്രതികരിക്കാതെ വൈകാരികതയ്ക്ക് മുകളിൽ രാഷ്ട്രീയ ബോധത്തെ നിർത്തി ഇടപെടാനും സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെങ്ങനെ എടുക്കുന്നുള്ളൂ, ഇത്തരം വിമർശനങ്ങൾ ഉയർത്തുന്ന മൈനോറിറ്റിയായി വരുന്ന വ്യക്തിഹത്യ നടത്തുന്നവരുടെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ടാകാം. ആ താല്പര്യങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തെ തിരിച്ചറിഞ്ഞ് അതിനു മുകളിൽ വൈകാരികമായി നാം മാറാതെ അതിനു മുകളിൽ രാഷ്ട്രീയ ബോധത്തോടു കൂടി, രാഷ്ട്രീയ ബോധം വൈകാരികതയെ പരാജയപ്പെടുത്തി മുന്നേറാനുള്ള ഇടപെടലാണ് എപ്പോഴും മനസ്സ് നടത്തിയിട്ടുള്ളത്. അത് ഇനിയും തുടരും. ഒക്കെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് 4-ാം തീയതി കാണാമല്ലോ. ബാക്കി മതിയില്ല, നമുക്ക് സമയമുണ്ടല്ലോ. ബാക്കി ഇത്രയും നമുക്ക് ഇനി ഉണ്ട്, കാണാം, സംസാരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.